നന്മ പ്രാപിക്കും, തിന്മ തൊഴുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊഴുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾക്ക് അവൻ അതിരുറയ്ക്കും, മഴയിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾക്ക് അവൻ അതിരുറയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, നിന്റെ വീഴ്ച കാണുവാൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതില്ല, ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതില്ല, ബലമേറും ഗോപുരമതിലണയും. ശത്രുവിൻ തല തകർത്തതില്ല, ദുഷ്ടശക്തിയാൽ ജയം ലഭിച്ചതില്ല. ശത്രുവിൻ തല തകർത്തതില്ല, ദുഷ്ടശക്തിയാൽ ജയം ലഭിച്ചതില്ല. തിന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. തിന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും ഒരു ശാപവും നിന്നെ തള്ളുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. നിലയാതി പൈതലവൻ നിനക്ക് അഭിഷേകത്തിൻ തൈലത്തൂർത്തൊഴുക്കും. നിലയാതി പൈതലവൻ നിനക്ക് അഭിഷേകത്തിൻ തൈലത്തൂർത്തൊഴുക്കും. കരം ഒരു കരം എടുക്കും, ഒരു ശക്തിയാണ് നിറയ്ക്കും. പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. സർവത്തിന്മയും കളവായി പറയും, നിന്റെ പേരുമായിരിക്കുവാൻ ശ്രമിക്കും. സർവത്തിന്മയും കളവായി പറയും, നിന്റെ പേരുമായിരിക്കുവാൻ ശ്രമിക്കും. നാമം തലമുറ തലമുറയ എന്നേക്കുമോമയും നിലനിന്നിടും. നാമം തലമുറ തലമുറയ എന്നേക്കുമോമയും നിലനിന്നിടും. ശത്രുവിന്റെ പേരിൽ ഓർക്കയില്ല, സ്ഥലമിൽ കാണുന്നില്ല. ശത്രുവിന്റെ പേരിൽ ഓർക്കയില്ല, അവൻ സ്ഥലമിൽ കാണുന്നില്ല. പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദമില്ല. പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നിന്റെ പ്രാണനെ ശക്തി തൊടുകയില്ല, ജീവകാലത്തിൽ അത് ഭദ്രമത്ര. നിന്റെ പ്രാണനെ ശക്തി തൊടുകയില്ല, ജീവകാലത്തിൽ അത് ഭദ്രമത്ര. നിന്റെ ന്യായം മറയ്ക്കുവാൻ കഴിയുന്നില്ല, നിന്റെ നീതി പ്രസാദമ്പോൾ വിളങ്ങി വരും. നിന്റെ ന്യായം മറയ്ക്കുവാൻ കഴിയുന്നില്ല, നിന്റെ നീതി പ്രസാദമ്പോൾ വിളങ്ങി വരും. ശത്രുവോടി തേടുന്ന നീയായി സമപ്രാപിച്ചു. ശത്രുവോടി തേടുന്ന നീയായി സമപ്രാപിച്ചു. പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ തൊടുകയില്ല. പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ തൊടുകയില്ല. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി
അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മരണം വേണ്ട, സമൃദ്ധമായ ജീവൻ മതി എന്ന വിഷയം നമുക്കൊരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. കുടപ്പിറപ്പുകളെ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി പാപക്ഷമ ലഭിക്കപ്പെട്ടവർ അവർ നീതിമാന്മാരാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഒരിക്കൽ പാപക്ഷമ ലഭിച്ച് നീതിമാന്മാരാക്കപ്പെട്ട നീതിമാന്മാർ അവർ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസി എപ്രകാരം ജീവിക്കുന്നു എന്നതിനനുസരിച്ചാണ് താൻ ജീവൻ തിരഞ്ഞെടുത്തിരിക്കുന്നുവോ അതോ മരണമാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അറിയാനാവുന്നത്. നമുക്കിവിടെ വെച്ച് തന്നെ ആ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയും. ജീവനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മരണത്തെ തിരഞ്ഞെടുക്കാം. ഇവിടെ വെച്ച് തന്നെ നാം നമ്മുടെ തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കുകയും വെളിപ്പെടുത്തുകയും വേണം. അതിന് ദൈവം നമുക്കിവിടെ അവസരങ്ങളെ നൽകി തരുന്നു. ആ അവസരം ശക്തമായി, സന്തോഷത്തോടെ, പരിജ്ഞാനത്തോടെ ഉപയോഗിക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച അനേകം ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മരണം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവരുടെ ദൈനംദിന ജീവിതം കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയരെ നാമുമായിരിക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ജീവനെ തിരഞ്ഞെടുക്കുക, ജീവനിൽ വാഴുക എന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുള്ള അവസരം നമുക്ക് മുൻപിൽ തുറന്നു വച്ചിരിക്കുകയാണ്. പൂർണ്ണമായി നിങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് തിരുവചന കേൾവിയുടെ വെളിച്ചത്തിൽ പരിശോധിച്ചറിയണം. കാരണം നിങ്ങൾക്കെതിരെ ഒരു ശത്രുവുണ്ട്. അവൻ ശക്തനാണ്, അവൻ അവസരം കാത്തിരിക്കുന്നവനാണ്. നിങ്ങളെ നശിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് ഇറങ്ങിയിട്ടുള്ള അവൻ്റെ ലക്ഷ്യം നിങ്ങളുടെ മരണമാണ്. കർത്താവായ യേശുക്രിസ്തു അവനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നാം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ശത്രുവായ സാത്താൻ എന്തിനു വന്നിരിക്കുന്നു എന്നും രക്ഷകനായിരിക്കുന്ന ഞാൻ വന്നിരിക്കുന്നത് എന്തിന് എന്നും ഇതിൽ കൂടി കർത്താവ് നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾക്ക് മരണമാണോ ജീവനാണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ തിരഞ്ഞെടുക്കുക. നാം ഇന്ന് അനുഭവിക്കുന്നത് ജീവനാണോ മരണമാണോ എന്ന് തീരുമാനിക്കുന്നത് നാം എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ, നമ്മുടെ ജീവിത നിലവാരങ്ങളുടെ വെളിച്ചത്തിലാണ്. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത് പ്രസക്തമായ ഒരു ചിന്തയാണ്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. പ്രിയരെ, നീതീകരണം പ്രാപിച്ച ഒരു വിശ്വാസി പാപത്തിന് കീഴ്പ്പെടുകയെന്നാൽ അതിൻ്റെ അർത്ഥം തൻ്റെ ജീവിതത്തിൽ താൻ പാപത്തിന് ദാസനായിരുന്നോളാം എന്നാണ്. മോഷ്ടിക്കുവാനും അറുപ്പാനും മുടിച്ച് നശിപ്പിച്ചു കളയുവാനും മാത്രം ലക്ഷ്യമിട്ട് ഇറങ്ങിയിരിക്കുന്നവന് തന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പാപം ചെയ്യുന്നു, പാപത്തെ ന്യായീകരിക്കുന്നു, പാപത്തിന് കൂട്ടുനിൽക്കുന്നു, പാപത്തെ ഇഷ്ടപ്പെടുന്നു, പാപത്തിൽ രസിക്കുന്നു, പാപത്തെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു, പാപത്തിനെതിരെ കണ്ണടയ്ക്കുന്നു, പാപത്തെ മറച്ചു പിടിക്കുന്നു, പാപത്തെ നിസ്സാരവൽക്കരിക്കുന്നു എങ്കിൽ പാപത്തിന്റെ യജമാനനായ സാത്താന് നിങ്ങളുടെ ജീവിതത്തിൽ കാലുറപ്പിക്കുവാൻ അവസരവും അനുവാദവും നൽകുകയാണ്. ആ അവസരം, ആ അനുവാദം അവൻ പൂർണ്ണമായും വേഗം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊള്ളും. അതുകൊണ്ട് പ്രിയരെ, നാം അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്തുവെങ്കിൽ അത് മൂടി വയ്ക്കാതെ അനുതപിക്കുക, ഏറ്റുപറയുക. ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ച് കളയുകയില്ല. നമ്മോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് കഴിയും. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്. എന്നാൽ വഞ്ചകനായ പിശാച് പറയുന്നത് കേൾക്കുവാൻ ഒരിക്കലും നാം നിന്നു കൊടുക്കരുത്.
അവൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ദൈവമക്കൾ എന്ന പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു, ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയില്ല, നിങ്ങൾ മരിക്കും നിശ്ചയം എന്നതാണ്. അതുകൊണ്ട് പ്രിയരെ, അത് കേൾക്കരുത്. പകരം അനുതപിച്ച ഹൃദയത്തിന് ഉടമയായി പറയുക, സാത്താനെ, ഞാൻ നിന്നെ ശാസിക്കുന്നു, ഞാൻ നിന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ രക്തം എന്നെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിനോട് സകലതും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആ വിലയേറിയ ആ ശുദ്ധീകരിക്കുന്ന രക്തം എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിനക്കെന്നെ ഇനിയും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. കർത്താവ് എന്നോടുകൂടെയുണ്ട്, അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവൻ്റെ ദാസൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. ഈ പ്രഖ്യാപന നിമിത്തം പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതിൽ നിന്ന് സാത്താൻ വിലക്കപ്പെടും. കൂടപ്പിറപ്പുകളെ, ജീവിതത്തിൽ ജീവൻ വിളിച്ചു വരുത്തുവാൻ, സൗഖ്യവും ആരോഗ്യവും സന്തോഷവും സമാധാനവും ശുഭതയും നേടി ജീവിതം നയിക്കുവാൻ സർവകൃപാലുവായി കർത്താവ് കാട്ടിത്തരുന്ന വഴിയെ തന്നെ നടക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് കാണിച്ചു തന്നിരിക്കുന്ന ആ വഴി നിങ്ങൾ അവഗണിക്കുക നിമിത്തം മരണാധികാരിയായ ഘോരനായ പിശാചിന് നിങ്ങളുടെ ജീവിതം അവൻ അനുകൂലമായി പ്രയോജനപ്പെടുത്തുവാൻ കീഴ്പ്പെടുത്തി കൊടുക്കുകയാണെന്ന് അറിയാതെ പോകരുത്. അതുകൊണ്ട് മനസ്സ് പുതുക്കി ദൈവവചനത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുക. ക്രിസ്തു യേശു തരുന്ന സമൃദ്ധമായ ജീവൻ നേടി ജീവിതം ധന്യമാക്കുവാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പും ദൈവവചനത്തിൻ്റെ അനുകൂലതയും പ്രാപിച്ച് കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് എപ്പോഴും അവനെ സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ ഓരോ പകലത്തെയും ജീവിതം ധന്യമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ താല്പര്യപ്പെടുക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകലിലും നിങ്ങളെ വഴി നടത്തും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ, കർത്താവെ ധ്യാനിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ വലിയ ഭാഗ്യപദവിക്കായി അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ഒരുമിച്ചൊന്ന് പകൽ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് മരണം വേണ്ട കർത്താവെ, ഞങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ മതി. ജീവനിൽ വാഴാനുള്ള ആ അനുവാദം, ആ അനുഭവം ഞങ്ങൾക്ക് നിറവേറ്റിയാൽ മതി. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് ഞങ്ങളെ സഹായിക്കും. പിശാചിന് ഞങ്ങളുടെ മേൽ കാര്യമില്ല എന്നിന്ന് പകലിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, സമർപ്പിച്ച പ്രാർത്ഥനയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കൊടുത്ത് ജീവനിൽ വാഴുവാൻ അവരെ അനുഗ്രഹിക്കണം, സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് നിങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല. തിന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. മലയോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, മലയിൽ നിന്നോടൊപ്പം അധിവസിക്കും. മലയോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. തിന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല. തിന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല. വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, നിന്റെ വീഴ്ച പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിന ബലമേറുമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതിന ബലമേറുമതിലണയും. ശത്രുവിൻ തല തകർത്തതിന ദുഷ്ടശക്തിയാൽ ജയം ജയിച്ചതിന. ശത്രുവിൻ തല തകർത്തതിന ദുഷ്ടശക്തിയാൽ ജയം ജയിച്ചതിന.
പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല. പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല. ഒരു ശാപവും എന്നെ തൊടുകയില്ല, ഒരു രോഗവും ഒരു ശാപവും എന്നെ തള്ളുകയില്ല, ഒരു രോഗവും എന്നെ തളർത്തുകയില്ല. നിലയാതി വൈകണവൻ നിനക്ക് അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. നിലയാതി വൈകണവൻ നിനക്ക് അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. നിന്റെ കരം ഒരു ശക്തിയാണ്, നിന്റെ കരം എടുക്കും ഒരു ശക്തിയാണ് നിറയ്ക്കും. പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല. പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല.